ആരാന്നറിയോ? ഭഗവാൻ ആരാന്നറിയോ? ആരാന്ന്? ഭഗവാൻ ആരാന്ന്? ഗതിയില്ലാത്തവർക്കും ഗതി നൽകുന്നവർക്കും സൽഗതി ആരാന്നറിയോ? കുളിച്ചപ്പാടാ ആരാന്ന്? ഭഗവാനാണ് കേട്ടോ. അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് ഏത് സഭയ്ക്കകത്ത് സംസാരിക്കണമെന്നുള്ളതായ ബോധം വേണം കേട്ടോ. അത് ഞാനൊന്ന് മാഞ്ഞു നിന്നാൽ ഇരുട്ടിലായിപ്പോവും സർവ്വതും കേട്ടോ. നീല് ചുട്ടരിച്ച് കളയും കേട്ടോ. ഒരു പൊക്കിൾക്കൊടി ബന്ധമാണിത്. പാലന്തായി കണനെന്നിരിക്കുന്ന പശുക്കിടാവിനെ കൊടുത്തിട്ട് നിങ്ങളെന്നിരിക്കുന്ന നരിക്കുലത്തെ ഏറ്റെടുത്തതാണ് ഭഗവാൻ. കൈവല്യാമുതഘാതകനായിരിക്കുന്ന ജഗതോധാരകൻ മായാവിലാസ ചരിതങ്ങളുണ്ട്. അനശ്രീപാലാഴിയെങ്കിൽ 1000 നാവുള്ള അനന്തന്റെ മേൽ ലോകചിത്ര ചെയ്തു പോരുന്ന ഈ പന്നകശായി സപ്തസാഗരങ്ങളും മണ്ഡകടാഹങ്ങളും ഭഗവാനെ പൂവിട്ട് പൂജിച്ചിട്ടുണ്ട് അല്ലെ. പുല്ലമല്ലിക കൈത കനകനാരി ചെത്തിജയമന്തി വിശ്വകം കരിങ്കൂവളം കുറുമൊഴി ചെന്താമര മൊക്കുറ്റി മാതളപ്പൂ തസ്യനാഗവാക പൂക പുന്നാക ചാമ്പയ്യ അതിഥി വിവിധ തുളസി ഇനിയന്തി വാരന്തി ഇന്ദീവന സ്പന്ദന ചന്ദന നിശ്ചിച്ചു ഉച്ച അകുച്ച പ്രസൂന വർഷങ്ങൾ ശ്രീഹരിയുടെ ശ്രീപാദത്തിങ്കൽ അർപ്പിച്ചിട്ടുണ്ട്. അതാരാന്നറിയോ നിങ്ങൾക്ക്? ഈ സർവ്വ ലോകത്തിന്റെ മൂല്യമേറിയിരിക്കുന്ന വസ്തു ഭഗവാനാണ്. അപ്പോഴത് അറിവില്ല നിങ്ങൾ മുൻപിൽ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണ്ട. അതല്ലേ ഗുരുത്വം? അങ്ങനെയല്ല വേണ്ടത്. അത് നിങ്ങൾ പഴിചാരമൊന്നും വേണ്ടത്. അവിടെ ഒരു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നേർവഴി കാട്ടിക്കൊടുക്കുന്നത് നിങ്ങളാണ്. അല്ലാണ്ട് 4 ആള് കൂടുന്ന സഭയ്ക്കകത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ആയിരിക്കതിന്റെ ദോഷം ഭഗവാനാണ്. സന്തോഷം തന്നെയല്ലേ? പൈതങ്ങള് തന്ത്രി തിരുവായുധക്കാരാ, തൃക്കൈക്കുടക്കാരാ, അമൃതകലശക്കാരാ, കമ്പടി കർത്താക്കന്മാരെ, വിശ്വകർമാവ് തുടങ്ങി വെച്ചിരിക്കുന്നതായ യാഗം അല്ലെ, സോമയാഗമല്ലേ ഇത്? നാളെ എന്നിരിക്കുന്ന ദിനത്തിന് വേണ്ടിയിട്ട് സത്തമന്മാരായിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കുന്ന നിങ്ങൾ അല്ലെ തുടങ്ങി വെച്ചിരിക്കുന്ന സോമയാഗം സന്തോഷവാന്മാരാണ് അല്ലെ. ഇതുപോലെ തന്നെ വരും മത്സരത്തെങ്കിലും ഞങ്ങളെന്നിരിക്കുന്ന നൃത്തഗീതാദി അനുഷ്ഠാനം നിലനിർത്തിച്ചു പോകുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നു. 4 ആള് കണ്ടാൽ 20 ബോധിക്കണം. അതാണ് കർമ്മം. ഭഗവാനെന്നിരിക്കുന്ന വടാവൃക്ഷ തണലുകൊണ്ട് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഗ്രാഹ്യമുണ്ടായിരിക്കണം. ഏതേത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുക. മനസ്സാകുന്ന പള്ളിയിറക്കകത്ത് ഭഗവാൻ കുതികൊള്ളണം അല്ലെ. അകത്ത് ബന്ധിപ്പാൻ സാളഗ്രാമമായിട്ടും പുറത്ത് ബന്ധിക്കാൻ അവതാര വിഷ്ണുവായിട്ടും ഭഗവാനുണ്ട്. ഭഗവാൻ ആരാന്നറിയോ? ഭഗവാൻ ആരാന്നറിയോ? ആരാന്ന്? ഭഗവാൻ ആരാന്ന്? ഗതിയില്ലാത്തവർക്കും ഗതി നൽകുന്നവർക്കും സൽഗതി ആരാന്നറിയോ? കുളിച്ചപ്പാടാ ആരാന്ന്? ഭഗവാനാണ് കേട്ടോ. അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് ഏത് സഭയ്ക്കകത്ത് സംസാരിക്കണമെന്നുള്ളതായ ബോധം വേണം കേട്ടോ. അത് ഞാനൊന്ന് മാഞ്ഞു നിന്നാൽ ഇരുട്ടിലായിപ്പോവും സർവ്വതും കേട്ടോ. നീല് ചുട്ടരിച്ച് കളയും കേട്ടോ. ഒരു പൊക്കിൾക്കൊടി ബന്ധമാണിത്. പാലന്തായി കണനെന്നിരിക്കുന്ന പശുക്കിടാവിനെ കൊടുത്തിട്ട് നിങ്ങളെന്നിരിക്കുന്ന നരിക്കുലത്തെ ഏറ്റെടുത്തതാണ് ഭഗവാൻ. കൈവല്യാമുതഘാതകനായിരിക്കുന്ന ജഗതോധാരകൻ മായാവിലാസ ചരിതങ്ങളുണ്ട്. അനശ്രീപാലാഴിയെങ്കിൽ 1000 നാവുള്ള അനന്തന്റെ മേൽ ലോകചിത്ര ചെയ്തു പോരുന്ന ഈ പന്നകശായി സപ്തസാഗരങ്ങളും മണ്ഡകടാഹങ്ങളും ഭഗവാനെ പൂവിട്ട് പൂജിച്ചിട്ടുണ്ട് അല്ലെ. പുല്ലമല്ലിക കൈത കനകനാരി ചെത്തിജയമന്തി വിശ്വകം കരിങ്കൂവളം കുറുമൊഴി ചെന്താമര മൊക്കുറ്റി മാതളപ്പൂ തസ്യനാഗവാക പൂക പുന്നാക ചാമ്പയ്യ അതിഥി വിവിധ തുളസി ഇനിയന്തി വാരന്തി ഇന്ദീവന സ്പന്ദന ചന്ദന നിശ്ചിച്ചു ഉച്ച അകുച്ച പ്രസൂന വർഷങ്ങൾ ശ്രീഹരിയുടെ ശ്രീപാദത്തിങ്കൽ അർപ്പിച്ചിട്ടുണ്ട്.